രണ്ടാം മലപ്പുറം ജില്ല PV അൻവറിന്റെ സ്വന്തം ആശയമോ ആദ്യമായി ഉയരുന്ന ചർച്ചയോ അല്ല. മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമുള്ള പിന്നാക്കാവസ്ഥ അവസാനിപ്പിക്കാൻ രണ്ടാം മലപ്പുറം ജില്ല എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് INL ആണ്. 2019 മലപ്പുറം ജില്ലയുടെ 50ാം വാർഷികത്തിന് മുസ്ലിം ലീഗ് തന്നെ രണ്ടാം മലപ്പുറം ജില്ല എന്ന ആവശ്യം ഏറ്റെടുത്തു. വ്യാപകമായ പ്രചരണം നടത്തി. ഒടുവിൽ ലീഗ് തന്നെ ആ വിഷയം ഉന്നയിക്കാതായി. അതിന് കാരണം മലപ്പുറം ജില്ല ഇടതു ഭരണകാലത്ത് വിഭജിക്കപ്പെട്ടാൽ മേൽക്കൈ ഇല്ലാതാകുമെന്ന ഭയമായിരുന്നു. വയനാട്, കോഴിക്കോട് ജില്ലകളെ കൂടി ഇതിനൊപ്പം വിഭജിക്കുകയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും ചെയ്യുമെന്ന ഭീതിയിലാണ് ലീഗ് വിഭജന പ്രചരണം അവസാനിപ്പിച്ചത്. ഇപ്പോൾ PV അൻവർ പുതിയ സംഘടന രൂപീകരിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ ആവശ്യം തന്നെ രണ്ടാം മലപ്പുറം ജില്ലയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. രണ്ടാം മലപ്പുറം വാദം ലക്ഷ്യമാക്കുന്നത് എന്ത്? രണ്ടാം മലപ്പുറം വാദം ഉയരുമ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയരുകയാണ്. രണ്ടാം മലപ്പുറത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ? ഒന്നാം മലപ്പുറത്തിന് പോലും എതിരായിരുന്ന കോൺഗ്രസിന് രണ്ടാം മലപ്പുറം ജില്ല വന്നാൽ മലബാറിൽ നിലവിലുള്ള രാഷ്ട്രീയ മേൽക്കൈ കൂടി നഷ്ടമാകുമോ എന്ന ഭയമുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സീറ്റുകൾ കൂടി മുസ്ലിം ലീഗിന്റെയോ തീവ്ര മുസ്ലിം സംഘടനകളുടെയോ നിയന്ത്രണത്തിലാകുമോ എന്ന ചർച്ചകളും കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആദ്യം കേൾക്കാം ഒന്നാം മലപ്പുറം ജില്ല ഉണ്ടായ കഥ. ആ ജില്ലയുടെ രൂപീകരണത്തിന് കാരണക്കാരനായ EMSന്റെ അന്നത്തെ വിശദീകരണത്തിലേക്ക്. 1967 തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അവർ ഞങ്ങളുമായി സഹകരിക്കുക എന്നുള്ള നിലപാടെടുത്തു. ആ നിലപാടെടുത്ത സമയത്ത് ആദ്യം കോൺഗ്രസുമായിട്ട് സഹകരിച്ചപ്പോൾ കോൺഗ്രസിന് ലീഗിനെ മന്ത്രിസഭയിൽ കൂട്ടാതിരിക്കുക എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ കൂട്ടാം. പക്ഷെ ലീഗും ഞങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. വിശേഷിച്ച് പാകിസ്ഥാൻ്റെ കാലത്തെ വൈരുദ്ധ്യമുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ലീഗ് ഒരു പ്രത്യേക മതരാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് വിശേഷിച്ചും കോൺഗ്രസിനെ അധികാരസ്ഥാനത്ത് നിന്ന് ഇറക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഞങ്ങൾ ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കി. മുസ്ലിം ലീഗുമായി ആരും രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കാതിരുന്ന കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. 1967 സപ്തകക്ഷി സർക്കാരിൽ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തി EMS നൽകിയ വാഗ്ദാനമായിരുന്നു മലപ്പുറം ജില്ല. ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് വിശേഷിപ്പിക്കുകയും മുന്നണിയിൽ എടുക്കാതിരിക്കുകയും ചെയ്തിരുന്ന കാലത്താണ് EMS ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയും മുസ്ലിം ലീഗിന് രാഷ്ട്രീയ പ്രാതിനിധ്യവും ലഭിക്കുന്നത്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം പ്രധാനമാണ്. PV അൻവറിന്റെ നേതൃത്വത്തിൽ രണ്ടാം മലപ്പുറം വാദം ഉയർന്നു വന്നാൽ CPIM അതിനെ പിന്തുണയ്ക്കുമോ? മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെങ്കിലും വർഗീയത ഇല്ലെന്നാണ് EMS അന്ന് പറഞ്ഞു ഫലിപ്പിച്ചത്. അത് CPIM നയമായി മാറുകയും ചെയ്തു. സപ്തകക്ഷി മന്ത്രിസഭ 2 വർഷം കൊണ്ട് തല്ലിപ്പിരിഞ്ഞ് CPIയും ലീഗും ഒന്നിച്ചാണ് കോൺഗ്രസിനൊപ്പം പോയത്. 12 വർഷം കഴിഞ്ഞ് CPI മടങ്ങി വന്നിട്ടും ലീഗ് ഒരിക്കൽ പോലും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചില്ല. 11 വർഷം LDF കൺവീനറായിരുന്ന MM ലോറൻസ് ഒരു ഡസൻ തവണയെങ്കിലും മുസ്ലിം ലീഗിനെ മടക്കിക്കൊണ്ടുവരാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ലോറൻസിന് പിന്നാലെ കൺവീനറായ VS കടുത്ത ലീഗ് വിരുദ്ധ നിലപാടുകാരനായിരുന്നു. ലീഗുമായി നീക്കുപോക്കാകാം എന്ന ബദൽ രേഖ അവതരിപ്പിച്ചതിന് MV രാഘവനെ പുറത്താക്കിയ സംസ്ഥാന സെക്രട്ടറിയാണ്. പാലോളി മുഹമ്മദ് കുട്ടി കൺവീനറായ കാലത്തും ലീഗിനെ അടുപ്പിക്കാൻ ചർച്ച നടത്തിയില്ല. പിന്നീട് വൈക്കം വിശ്വൻ കൺവീനറായ 12 വർഷക്കാലത്ത് നിരവധി നീക്കങ്ങൾ നടന്നു. അതിനു പിന്നിൽ വൈക്കം വിശ്വൻ ആയിരുന്നില്ല, CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു രണ്ടാം മലപ്പുറം ജില്ല എന്ന ആവശ്യം. അത് പക്ഷേ കോഴിക്കോടിനെയും വയനാടിനെയും കൂടി വിഭജിച്ച് വേണം എന്ന നിലപാടായിരുന്നില്ല. നിലവിലെ മലപ്പുറം ജില്ലയെ തന്നെ വിഭജിച്ച 2 ജില്ലകൾ ആക്കുക എന്നായിരുന്നു മുസ്ലിം ലീഗ് ഇടക്കാലത്തുയർത്തിയ ആവശ്യം. എന്നാൽ വയനാട്, കോഴിക്കോട് ജില്ലകളെ കൂടി ഒപ്പം വിഭജിക്കാനാണ് CPIM ആലോചിച്ചത്. ഇപ്പോൾ PV അൻവർ ഉയർത്തുന്നതും സമാന ആവശ്യം തന്നെയാണ്.
ഒരു ജില്ല വിഭജിക്കാനും പുതിയത് രൂപീകരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല. നിലവിലെ ജില്ലയുടെ പേര് മാറ്റാൻ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമുള്ളൂ. പുതിയ ജില്ല രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊണ്ടുപോലും സാധിക്കും. നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കേണ്ട കാര്യം പോലുമില്ല. മലപ്പുറം ജില്ല വിഭജിക്കണമെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചാൽ മാത്രം മതിയെന്ന് അർത്ഥം. CPIM-നേക്കാൾ ഇവിടെ അധികാരം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI-ക്കാണ്. മുസ്ലിം ലീഗ് ഉയർത്തുന്ന ആവശ്യം അംഗീകരിക്കാൻ CPI ഒരു കാലത്തും തയ്യാറായിരുന്നില്ല. എന്നാൽ PV അൻവർ ഉയർത്തുന്ന ആവശ്യം ഒരു പ്രക്ഷോഭമായി മാറിയാൽ അംഗീകരിക്കപ്പെട്ടേക്കാം. എന്തുകൊണ്ടെന്നാൽ PV അൻവർ രൂപീകരിച്ച സംഘടനയ്ക്ക് അടിത്തറ ഉണ്ടായാൽ അതിന്റെ ആത്യന്തിക നേട്ടം ഇടതുമുന്നണിക്ക് തന്നെയാണ്. വിഭജിക്കപ്പെടുക മുസ്ലിം ലീഗിന്റെയും SDPI-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ടുകളാകും. വേറെയുമുണ്ട് വിഷയങ്ങൾ. വിഭജനം മലപ്പുറത്ത് മാത്രമായി ഒതുക്കാൻ കഴിയില്ല. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾ വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യത്തിന് 3 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. അതും ഇതോടൊപ്പം ഉയർന്നു വരും. അതൊക്കെ പരിഗണിക്കപ്പെടുകയും വേണ്ടിവരും. PV അൻവർ രൂപീകരിച്ചിരിക്കുന്ന DMK ഒരു പാർട്ടിയായി വരാൻ ഇപ്പോഴത്തെ സംവിധാനം മതിയാകില്ല. CPIM-നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വന്നു നിൽക്കുന്ന ലീഗ്, കോൺഗ്രസ് അണികളാണ് അതിൽ ഭൂരിപക്ഷവും. രാഷ്ട്രീയ പാർട്ടി ആകുന്ന നിമിഷം മുതൽ അവരെ പിടിച്ചു നിർത്താൻ PV അൻവർ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് നല്ലൊരു നേതൃനിരയും മുന്നേറ്റവും ഉണ്ടായി വരണം. PC ജോർജ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി നിൽക്കുന്നത് പോലെ PV അൻവറിന് നിൽക്കാൻ കഴിയണമെന്നില്ല. KB ഗണേഷ് കുമാറോ അനൂപ് ജേക്കബോ ഒറ്റയ്ക്കൊരു പാർട്ടി കൊണ്ടുപോകുന്നത് പോലെയുമല്ല അൻവർ പാർട്ടി. അവർക്കൊക്കെ മാതൃ പാർട്ടിയിൽ നിന്ന് പിതാക്കന്മാർ രൂപീകരിച്ച് കൈമാറിയ അടിത്തറ ഉണ്ടായിരുന്നു. അൻവറിനുള്ളത് അനധികൃത തടയണ നിർമ്മിച്ചയാളുടെയും അനധികൃതമായി ഭൂമി കൈവശം വെച്ചയാളുടെയും അനുമതിയില്ലാതെ പാർക്ക് നടത്തിയ ആളുടെയും ഒക്കെ പ്രതിച്ഛായയാണ്. അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഇപ്പോഴത്തെ നീക്കം സഹായിക്കുമെങ്കിലും മാരത്തൺ ഓടണമെങ്കിൽ അത് മതിയാകില്ല. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.